ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട വിചാരിച്ച പ്രിയപ്പെട്ട എല്ലാ അച്ഛന്മാരെ, മറ്റു വൈദികരെ, സമർപ്പിതരെ, മാതാപിതാക്കളെ, മണിയങ്കാട്ട് കുടുംബാംഗങ്ങളെ, ഏറ്റവും വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, നാമെല്ലാവരും ഇന്ന് നമ്മളുടെ മനോഹരമായ ഈ ദേവാലയത്തിൽ പരിശുദ്ധ കുർബാനയിലാണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സക്കറിയാസ് മണിയങ്ങാട്ട് അച്ഛന് വേണ്ടി അർപ്പിക്കുന്ന കുർബാനയാണിത്. അച്ഛൻ അർപ്പിച്ച കുർബാനകൾക്കെല്ലാം ദൈവം പ്രതിഫലം നൽകട്ടെ എന്ന് പറഞ്ഞ് അച്ഛന് വേണ്ടി അർപ്പിക്കുന്ന ഈ കുർബാന ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വീകാര്യമാകട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഇന്ന് സ്വർഗാരോഹണ തിരുനാളാണ്. ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം 40 ദിവസങ്ങൾ കഴിഞ്ഞ് കർത്താവ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തതിൻ്റെ തിരുനാളാണ്. സുലാക്ക തിരുനാൾ എന്ന് നമ്മുടെ പൂർവികർ ഇതിനെ വിളിച്ചിരുന്നു. എടുക്കപ്പെടലിൻ്റെ, കരേറ്റത്തിൻ്റെ, ഉയർത്തപ്പെടലിൻ്റെ, കയറ്റത്തിൻ്റെ എന്നൊക്കെയാണ് മലയാളത്തിൽ സുലാക്ക എന്ന സുറിയാനി വാക്കിന് അർത്ഥം. നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ വസ്ലക്ക് ലസ്മയ്യ, സ്വർഗത്തിലേക്ക് കരേറ്റപ്പെട്ടു എന്ന് ഈശോയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആ കാര്യം തന്നെയാണത്. നടപടി 1:11 നമ്മൾ വായിക്കുന്നുണ്ട്. ദൂതന്മാർ ശ്ലീഹന്മാരോട്, അല്ലയോ ഗലീലിയരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട വസ്ലക്ക്, എടുക്കപ്പെട്ട ഈശോ സ്വർഗത്തിലേക്ക് കയറി പോയതുപോലെ, വീണ്ടും ആ വാക്ക് ആവർത്തിക്കുകയാണ്, നിങ്ങൾ കണ്ടതുപോലെ തിരിച്ചു വരും. ഈശോയുടെ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ചാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ നിരവധി ഘടകങ്ങൾ ചേർത്ത് വച്ചിരിക്കുന്ന മാറാനായ കർത്താവിൻ്റെ തിരുനാളാണ് ഇന്ന്. കരേറ്റത്തിൻ്റെ തിരുനാൾ, സുലാക്ക തിരുനാൾ. പൗരസ്ത്യ സഭകളിൽ, പ്രത്യേകിച്ച് പൗരസ്ത്യ സുറിയാനി സഭകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളും നമുക്ക് വലിയ ഓർമ്മ ദിവസവുമാണ്. സുലാക്ക തിരുനാളിലെ പ്രാർത്ഥനകൾ ഇന്നലെ സായാഹ്നത്തിൽ റംശായിലും ലിലിയായിലും നമ്മൾ കണ്ടതാണ്. വളരെയേറെ സഭാത്മക അടിത്തറയുള്ള ദൈവശാസ്ത്ര ചിന്തകൾ കൂട്ടിവെച്ച് രൂപപ്പെട്ട ഒരു തിരുനാളാണത്. 4-ാം നൂറ്റാണ്ട് മുതൽ പൗരസ്ത്യ സഭകളിൽ ഈ തിരുനാൾ ആചരിക്കപ്പെട്ട് പോന്നിരുന്നു. അതിൻ്റെ പ്രാധാന്യം നമ്മളുടെ സഭയിലെ എല്ലാ പ്രാർത്ഥനകളുടെയും ശേഷിച്ച് പരിശുദ്ധ കുർബാനയുടെ കൂത്താമ്മ പ്രാർത്ഥനയിൽ നമ്മൾ കാണുന്നുണ്ട്. മുദ്രവയ്ക്കൽ പ്രാർത്ഥന, കൂത്താമ്മ പ്രാർത്ഥന, നമ്മുടെ കർത്താവായ ഈശോയുടെ സ്വർഗാരോഹണത്തിൻ്റെ, സുലാക്കായുടെ, തൻ്റെ സുലാക്കായുടെ സമയത്ത് അവിടുന്ന് ശ്ലീഹന്മാർക്ക് നൽകിയ അനുഗ്രഹത്തിൻ്റെയും പ്രതീകമാണ് പരിശുദ്ധ കുർബാനയിലെ സമാപന പ്രാർത്ഥന അല്ലെങ്കിൽ ഹൂത്താമ്മ. അവിടെയും ഈ പരിശുദ്ധമായ ആ തിരുനാളിൻ്റെ ഘടകങ്ങൾ കൂട്ടി ചേർത്ത് വെച്ചിരിക്കുകയാണ്. നമ്മുടെ സഭയ്ക്ക് എന്നും നമ്മുടെ ആരാധനാക്രമത്തിൽ വളരെ ആഴമായ ചിന്തകൾ നൽകുന്ന തിരുനാളാണ് സുലാക്ക. സ്വർഗാരോഹണം, മാതാവിൻ്റെ സ്വർഗാരോപണത്തിന് സൂനായ തിരുനാൾ എന്നുമാണ് നമ്മളുടെ ദൈവാരാധന ക്രമത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതും അതിൻ്റെ അർത്ഥാന്തരങ്ങൾ മനസ്സിലാക്കുന്നതുമെല്ലാം. അങ്ങനെ കർത്താവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട, കരേറ്റം ചെയ്ത ആ ദിവസമാണ്
നമ്മളുടെ സെക്രട്ടറിയാസിനെയും നമ്മുടെ സ്വർഗത്തിലേക്ക് കൊടുത്ത് വിടുന്നത്. വലിയൊരു ഭാഗ്യമാണ് ഈ സുലാക്ക തിരുനാളിൽ ഒരു വൈദികൻ്റെ സംസ്കാര ശുശ്രൂഷകൾ നമുക്ക് നടത്താൻ സാധിക്കുന്നത് എന്നത്. സുവിശേഷത്തിൻ്റെ സാരസംഗ്രഹമായിട്ടുള്ള ആ തിരുനാൾ നമ്മുടെ സെക്രട്ടറിയാസിൻ്റെയും ഖരേറ്റത്തിൻ്റെ ഈശോയുടെ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാന ഘടകമായിട്ട് നമുക്ക് തിരിച്ചറിയാം. സെക്രട്ടറിയാസൻ ശമാശനായിട്ട് മംഗലപ്പുഴ അലുവ സെമിനാരിയിൽ 7 വർഷം പഠിച്ച് 1967 ലാലംപള്ളിയിൽ വെച്ച് നമ്മളുടെ ഏറ്റവും പ്രിയങ്കരനായ സെബാസ്റ്റ്യൻ വയലിൽ പിതാവിൽ നിന്ന് തിരുപ്പട്ടം സ്വീകരിച്ച ആളാണ്. അതേ തുടർന്ന് മൂലമറ്റത്തും പിന്നീട് കുറവലങ്ങാടും അസിസ്റ്റൻ്റായിട്ട് അച്ഛന് ശുശ്രൂഷ ചെയ്തു. വികാരിയായിട്ട് പ്രത്താനം, ചെറ്റുതോട്, മൂലമറ്റം, മുട്ടുചിറ, പ്രവിത്താനം, കുടക്കച്ചിറ, വടകര, പൈക എന്നീ വലിയ കേന്ദ്രങ്ങളിൽ അച്ഛന് അടിസ്ഥാനപരമായിട്ടുള്ള സേവനം ചെയ്ത ആളാണ്. അതിനിടയിൽ നമ്മുടെ രൂപതയിൽ ഗ്രീൻ വാലി എസ്റ്റേറ്റ് കുത്രപ്പള്ളിയുടെ മാനേജരായിരുന്നു. നമ്മുടെ രൂപത കേന്ദ്രത്തിൽ പ്രൊക്രേറ്ററായിരുന്നു. അങ്ങനെ പൊതുവായ 2 ശുശ്രൂഷകൾ അച്ഛൻ ചെയ്തു. അവസാനം ദീർഘമായ കാലഘട്ടങ്ങളിൽ ബിഷപ്പ് വയലിൽ ഹോസ്പിറ്റൽ മൂലമറ്റത്ത് വീണ്ടും 3ാമതും അച്ഛൻ വർഷങ്ങൾ ശുശ്രൂഷ ചെയ്തു. ആശുപത്രിയുടെ എല്ലാ കാര്യങ്ങളും നോക്കുകയും അവർക്ക് എന്നും പരിശുദ്ധ കുർബാനയും ഇതര പ്രാർത്ഥനകളുമെല്ലാം നടത്തി അവർക്ക് വലിയ സന്തോഷത്തിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ വൈവിധ്യമാർന്ന ശുശ്രൂഷകൾ നമ്മുടെ രൂപതയുടെ വളർച്ചയ്ക്ക് നിർണായകമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അച്ഛനല്പം ക്ഷീണമായിരുന്നു. ഏതാനും മാസങ്ങളായിട്ട് 2 ആഴ്ച മുമ്പ് ഞാൻ ആശുപത്രിയിലെത്തി അച്ഛന് പരിശുദ്ധ കുദാശ നൽകിയിരുന്നു. അച്ഛൻ തന്നെയും നേരിട്ടത് ചോദിച്ച് ആവശ്യപ്പെട്ട് എനിക്കിപ്പോൾ അത് കിട്ടണം എന്ന അച്ഛൻ്റെ ആഗ്രഹപ്രകാരമാണ് നമ്മുടെ അച്ഛൻ്റെ വീട്ടുകാരുമൊക്കെ അടുത്തുണ്ടായിരുന്നു ആ ശുശ്രൂഷ പരികർമ്മം ചെയ്തത്. അച്ഛൻ്റെ വീട്ടുകാരെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. ഫാദർ ജോർജ് വിശാഖപട്ടണത്തുള്ളത്, പ്രിയങ്കരനായ മാത്യു ചേട്ടന്, രേതയായ ഗാസ്പർ സിസ്റ്റർ, മേരിക്കുട്ടി, അവരോട് ബന്ധപ്പെട്ട കുടുംബാംഗങ്ങളെല്ലാം അച്ഛനെ എപ്പോഴും അച്ഛനിടയ്ക്കിടയ്ക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ അച്ഛനെ മാസങ്ങൾ അവർ വീട്ടിൽ താമസിപ്പിക്കുകയും ശുശ്രൂഷിക്കുകയും എല്ലാം ചെയ്ത കാര്യം ഞാൻ സ്നേഹത്തോടെ ഓർക്കുകയാണ്. അച്ഛൻ നമ്മുടെ രൂപതയിലെ വളരെ മുതിർന്ന അച്ഛന്മാരിൽ ഒരാളും നല്ല തിളക്കമാർന്ന ശുശ്രൂഷ ചെയ്ത വ്യക്തിയുമാണ്. നല്ല ക്രിസ്തീയമായ തറവാട്ടിലാണ് അച്ഛൻ ജനിച്ചത്. മണിയങ്ങാട്ട് കുടുംബം വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയും നല്ല അൽമായക്കാരുടെയും ഒക്കെ തറവാടാണ്. കൃത്യനിഷ്ഠയോടുകൂടി അച്ഛൻ കാര്യങ്ങളെല്ലാം ചെയ്തു. അച്ഛൻ നല്ല ലിറ്റർജിസ്റ്റായിരുന്നു. എല്ലാ പ്രാർത്ഥനകളും ചൊല്ലി കുർബാന അതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരു അനുഭവമാകണമെന്ന് അച്ഛന് നിർബന്ധമുണ്ടായിരുന്നു. നല്ല വിവേകത്തോടും സൂക്ഷ്മതയുള്ള മനസ്സോടും കൂടി അച്ഛൻ പെരുമാറി. വളരെ സിമ്പിളായിട്ടുള്ള ജീവിതക്രമമാണ് അച്ഛൻ നയിച്ചിരുന്നത്. ധൂർത്ത് അച്ഛൻ്റെ നിഘണ്ടുവിലുള്ള വാക്കേ അല്ലായിരുന്നു. രൂപതയ്ക്ക് വേണ്ടി ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വളരെയേറെ അച്ഛന് അധ്വാനിച്ചു. നല്ല വചന വിശകലനം ഇടവകളിലും സ്ഥാപനങ്ങളിലും വയലിൽ ഹോസ്പിറ്റലിലുമെല്ലാം അച്ഛൻ നൽകിയിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വളരെയധികം താല്പര്യം എടുത്ത ആളായിരുന്നു. സ്വയമേ ചെയ്യാവുന്ന ജോലിയെല്ലാം അച്ഛൻ ചെയ്യുമായിരുന്നു. അങ്ങനെയാണല്ലോ കുട്ടിയറയിൽ നിന്നൊക്കെ പെയിൻറ്റിങ്ങിനിടയിൽ അച്ഛന് അപകടമുണ്ടായത്. പള്ളി പെയിൻറ്റിങ്, മദ്ബഹ അലങ്കരിക്കുന്നത്, പള്ളിമുറ്റത്തിൻ്റെ ശാലീനത,
അതെല്ലാം അച്ഛൻ നേരിട്ട് അന്വേഷിച്ച് നല്ലതുപോലെ നടത്തുമായിരുന്നു. അച്ഛന് ആരുടെയും മുഖസ്ഥിതി ആവശ്യമില്ലായിരുന്നു. അച്ഛൻ്റെ വ്യക്തിത്വത്തിൽ അതില്ല. ആരും അതിനെക്കുറിച്ച് അങ്ങനെ പറയുന്നതും അച്ഛന് ഇഷ്ടമില്ലായിരുന്നു. അവിടെ നിന്നൊരു ചിരിയൊക്കെ ചിരിച്ച് അച്ഛനും കീഴോട്ട് നോക്കി അങ്ങ് പോവുകയുള്ളൂ. അങ്ങനെ ഒരു വലിയ പാഠം അച്ഛൻ നമുക്ക് നൽകി. ഇടവകാംഗങ്ങളുടെ ആവശ്യങ്ങൾക്കെല്ലാം അച്ഛൻ ശ്രദ്ധ ചെലുത്തിയിരുന്നു. എപ്പോഴും ക്ലിയർ കട്ടായിട്ടുള്ള ഡിറക്റ്റായിട്ടുള്ള ഒരു ഉത്തരം അച്ഛനുണ്ടായിരുന്നു. മാലീഷ്യസ് ഒന്നും ഇല്ലാതിരുന്നുകൊണ്ട് വേഗത്തിൽ അച്ഛൻ ഉത്തരം നൽകും. ഡിറക്റ്റായിട്ടുള്ള ഉത്തരമാണ്, കപടത ഒന്നും അതിനകത്തില്ല. അപ്പോൾ അത് ഏവർക്കും സ്വീകാര്യമാണ്. അതിനെക്കുറിച്ച് പിന്നെ തർക്കമോ പ്രയാസമോ ഒന്നുമില്ല. അജപാലനപരമായ ഒരു കാര്യത്തിലും അച്ഛൻ കുറവ് കാണിച്ചിരുന്നില്ല. അന്ന് ഇടവകളിലൊക്കെ സൗകര്യങ്ങൾ കുറഞ്ഞ കാലഘട്ടത്തിലുമൊക്കെ ആണെങ്കിൽ പോലും അജഗണങ്ങളെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ച ഒരു പുരോഹിതനായിരുന്നു അദ്ദേഹം. നമ്മളുടെ രൂപതയുടെ കീഴ്വഴക്കങ്ങൾ, നിയമാവലി എല്ലാം കൃത്യമായിട്ട് പാലിക്കുമായിരുന്നു. രൂപതയുടെ എല്ലാ ഔദ്യോഗിക രംഗങ്ങളിലും അച്ഛൻ സന്നിഹിതനായിരുന്നു. വിശ്വസ്തനായ കാര്യസ്ഥനായിരുന്നു. നല്ല ഒരു സൂക്ഷിപ്പുകാരനായിരുന്നു. സഭയുടെ പാരമ്പര്യത്തിൻ്റെയും സഭയുടെ ഭൗതിക വസ്തുക്കളുടെയും. വൈദിക കൂട്ടായ്മ അച്ഛന് വലിയ താല്പര്യമായിരുന്നു. പൊതുവായിട്ടുള്ളതെല്ലാം വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടുള്ള ആളായിരുന്നു സക്കറിയാച്ചൻ. അതുകൊണ്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനും അച്ഛനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ സത്യസന്ധമായ ഉത്തരം നമുക്ക് ലഭിക്കുമെന്നും നമുക്ക് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ രൂപതയിൽ വ്യത്യസ്ത മേഖലകളിൽ അജപാലനം അതിൻ്റെ മികവിൽ ചെയ്ത ഒരു വ്യക്തിയായിരുന്നു സക്കറിയാച്ചന്. ക്ഷീണമായപ്പോഴും ആശുപത്രിയിലായിരുന്നപ്പോഴും വീട്ടിലായിരുന്നപ്പോഴുമൊക്കെ അച്ഛൻ പ്രാർത്ഥനാപൂർവം തൻ്റെ സമയമെല്ലാം ഈശോയെ കൂട്ടുപിടിച്ച് ജീവിച്ചു. ഇന്ന് സുലാക്ക തിരുനാളിൻ്റെ വായനയാണ് സുവിശേഷത്തിൽ നമ്മൾ കേട്ടത്. മർക്കോസിൻ്റെ സുവിശേഷത്തിലെ ഏറ്റവും അവസാനത്തെ ഭാഗം. ഉചിതനായ ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരുടെ വിശ്വാസക്കുറവിനെക്കുറിച്ച് ശകാരിക്കുകയും ഈശോയുടെ നാമത്തിൽ ലോകം മുഴുവനും പോയി തിരുവചനം പറയണം എന്നവരോട് കൽപ്പിക്കുകയുമാണ് ചെയ്തത്. വിശ്വസിച്ചവർക്ക്, അങ്ങനെ പോയവർക്ക് ധാരാളം അടയാളങ്ങൾ ലഭിച്ചു. പിശാചുക്കളെ ബഹിഷ്കരിച്ചു, പുതിയ ഭാഷകൾ സംസാരിച്ചു, സർപ്പങ്ങളെ കയ്യിലെടുത്തു, മാരകമായത് എന്തു കുടിച്ചാലും അവർക്ക് ഉപദ്രവമില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർ സൗഖ്യം പ്രാപിക്കും. ഈ സക്കറിയാച്ചൻ ഇതൊക്കെ ചെയ്തിരുന്നയാളാണ്. എത്രയോ തവണ അച്ഛൻ നടന്ന് അനാരോഗ്യത്തിലും പരിശുദ്ധ കുർബാനയുമായിട്ട് ഒരു കുടയും ചൂടി മൂലമറ്റത്ത് അസ്റ്റേന്തിയായിരുന്നപ്പോഴും പിന്നീട് ആദ്യകാലത്തെ 2 ചെറിയ പ്രധാനം പിന്നീട് ചേറ്റുതോടുമൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഒരു എവാഞ്ചലൈസേഷനായിരുന്നു. അച്ഛൻ എന്നും ഗ്ലോബ ധരിച്ച് ടൗണിൽ കൂടെ മൂലമറ്റത്തൂടെയും അല്ലാത്തപ്പോഴൊക്കെ നടക്കുകയും പരിശുദ്ധ കുർബാനയുമായിട്ട് പോകുന്ന ആ കാഴ്ചയൊക്കെ കർത്താവിനെ കൂട്ടുപിടിച്ച് ഒരു പുരോഹിതൻ ഈ ലോകത്തിൽ നൽകാവുന്ന ഏറ്റവും വലിയ മാതൃകയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഏകജാതൻ്റെ സ്നേഹിതനായിട്ട് അച്ഛൻ മാറിയിരുന്നു. കർത്താവാണ് അച്ഛൻ്റെ കൂട്ട്. കർത്താവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് അച്ഛന് അനാവശ്യമായ കൂട്ടുകെട്ടുകൾ മറ്റാരുടെയും ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് വളരെ സ്ട്രീറ്റായിട്ട് ജീവിക്കാനും സംസാരിക്കാനും ഒക്കെ സാധിച്ചത്. ഉദ്ധാനം ചെയ്ത ഈശോ സ്വർഗാരോഹണത്തിന് മുമ്പ് ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തി, നിങ്ങൾ പോകണം, വെറുതെ ഇരിക്കരുത്. സക്കറിയാച്ചന് ഇരുന്ന ഇടവകളിലെല്ലാം, ആയിരുന്ന മറ്റു സ്ഥാപനങ്ങളിലെല്ലാം
അവരെല്ലാം ശക്തിപ്പെടുത്തുമായിരുന്നു. ചെറിയ കാര്യങ്ങളെ പറയുകയുള്ളൂ, കുഞ്ഞ് നിർദ്ദേശങ്ങളെ കൊടുക്കുകയുള്ളൂ. പക്ഷെ അതെല്ലാം അവർക്ക് വലിയ ഉപകാരമായിട്ട് നമ്മളുടെ ഗ്രീൻ വാലി എസ്റ്റേറ്റിലും പ്രൊക്രിയേറ്ററായിരുന്നപ്പോഴുമൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അച്ഛൻ പറയുന്ന നിർദ്ദേശങ്ങളിലൂടെ അച്ഛനെ ഏൽപ്പിച്ചിരുന്ന ആളുകളെയെല്ലാം അച്ഛൻ ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നു. കർത്താവ് ശിഷ്യന്മാർക്ക് കൊടുത്ത ആ അനുഗ്രഹങ്ങളാണ് വൈദികരായി നമുക്കുമുള്ളത്. നമ്മൾ കൈവച്ച് പ്രാർത്ഥിക്കുന്നു, അപകടകരമായ മേഖലകളിലൂടെ കടന്നു പോകുന്നു, സർപ്പങ്ങളെ കയ്യിലെടുക്കുന്നു. അതൊക്കെ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങളാണ്. സർപ്പങ്ങളെ കയ്യിലെടുത്താലും ഒരു കുഴപ്പമില്ല, ഉപദ്രവിക്കുകയില്ല. കാരണം കർത്താവ് പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്. മരണത്തിൻ്റെ താഴ്വരയിൽ കൂടെ നടക്കുമ്പോഴും ഒന്നും പേടിക്കാനില്ല. പുതിയ ഭാഷകൾ സംസാരിക്കുന്നത് ഈശോയെക്കുറിച്ചാണ്. ഈശോയെക്കുറിച്ച് ഈശോയെ കേട്ടിട്ടില്ലാത്ത ആളുകളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അത് പുതിയ ഭാഷയാണ്, പുതിയ മാറ്ററാണ്. അങ്ങനെ കർത്താവ് കൊടുത്ത ആ കാര്യങ്ങളെല്ലാം ശ്ലീഹന്മാർക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അവരുടെ ജീവിത വിശുദ്ധി കൊണ്ടാണ്. കർത്താവ് അവരെ അനുഗ്രഹിച്ചിട്ട് പോവുകയല്ല ചെയ്തത്, കർത്താവ് കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഈശോ കൂട്ടത്തിലുള്ളത് കൊണ്ടാണ് നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നമ്മളുടെ അനുഗ്രഹങ്ങൾ പരിശുദ്ധ ബെനഡിക്ട് പിതാവ് ഒരിക്കൽ പറഞ്ഞു, നമ്മളുടെ പല ബ്ലെസ്സിങ്സും ബ്ലെസ്ഡ് ആകുന്നില്ല. ആശീർവദിക്കുന്നവരുടെ കുറവോ സ്വീകരിക്കുന്നവരുടെ കുറവോ എന്തെങ്കിലും ആകട്ടെ. തുടർന്ന് പരിശുദ്ധ പിതാവ് പറഞ്ഞു, എക്സോർസിസം, പിശാച് ബഹിഷ്കരണം നമ്മൾ പ്രാർത്ഥന പലയിടത്തും ചെല്ലുന്നുണ്ടെങ്കിലും ഒരു പിശാചും ഇറങ്ങിപ്പോകുന്നില്ല. പിശാച് അവിടെ വീണ്ടും വാസമുറപ്പിക്കുകയാണ്. പരിശുദ്ധ പിതാവിൻ്റെ വാക്കുകൾ, there are many exorcism prayers but the devil is not being exorcised. പിശാചിനെ പുറത്താക്കാൻ തക്കവണ്ണം ഹെൽപ്പില്ലാത്ത ബ്ലെസ്സിങ്സ് നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കും. വ്യക്തിപരമായിട്ട് ബ്ലെസ്സിങ്സ് എപ്പോഴും നല്ലതാണ്. കർത്താവ് പറഞ്ഞ അപ്പസ്റ്റോലിക്കലി ട്രെയിൻഡ് ആയിട്ടുള്ള ശ്ലീഹന്മാർ, വൈദികർ പ്രാർത്ഥിച്ച് ഒരുങ്ങി കൃപയിൽ ഈ കുദാശകൾ ബ്ലെസ്സിങ്സൊക്കെ കൊടുക്കുമ്പോൾ കൂടുതലായിട്ടുള്ള അനുഗ്രഹം ലഭിക്കും. അപ്പസ്തോലിക സഭയോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചയാളാണ് സക്രിയാസ്. രൂപത അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. രൂപത നിയമാവലി അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അത് വിട്ടുകളഞ്ഞിട്ട് അച്ഛനൊന്നും ചെയ്യുകയില്ലായിരുന്നു. ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള നിലപാട് അച്ഛനെടുത്തത് കൊണ്ട് നിശബ്ദതയിലായിരിക്കുമ്പോഴും അച്ഛന് പലരെയും പഠിപ്പിക്കാനും ഒരുക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ ശുശ്രൂഷയിലൂടെ ഡിവൈൻ പ്രൊട്ടക്ഷൻ ഈ ശ്ലീഹന്മാർക്ക് കർത്താവ് കൊടുത്തതുപോലെ കിട്ടിയിട്ടുണ്ട്. അച്ഛന് അപകടങ്ങളും രോഗങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. എങ്കിലും അച്ഛൻ ഒരു ചിരിയൊക്കെ ചിരിച്ച് സാരമില്ല ഒരാവേ, അതൊക്കെ അങ്ങനെ ആണ്, ഞാൻ തൽക്കാലം വീട്ടിലൊന്ന് പോയി നോക്കാം, അവിടെ എനിക്ക് കുഴപ്പമില്ല, എൻ്റെ ബ്രദറിൻ്റെ സന്തോഷമാണ്, പറ്റുകയില്ല, ഞാൻ തൃശ്ശൂരിലേക്ക് തിരിച്ചു വരാം, ഇങ്ങനെ ഒരു വീട്ടുവർത്തമാനമൊക്കെ പറഞ്ഞെല്ലാം ആ ഒരു കുടുംബാന്തരീക്ഷത്തിൽ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുകയും എല്ലാ കാര്യങ്ങളും അതുപോലെ കാണുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. മാരകമായത് എന്ത് കുടിച്ചാലും അപകടമുണ്ടായില്ല. കാരണം പീഡനങ്ങളിൽ ലഭിക്കുന്ന ദൈവിക സംരക്ഷണം വലുതാണ്. മറ്റുള്ളവർ, സങ്കീർത്തകൻ പറഞ്ഞല്ലോ, എൻ്റെ തലയിൽ കയറി ചവിട്ടി നടക്കാൻ നീ അനുവദിച്ചു, തീയിലും വെള്ളത്തിലും കൂടെ ഞങ്ങളെ നടത്തി. പക്ഷേ അതിൻ്റെ എല്ലാം അവസാനം കൈകൾ നിറയെ പൂക്കളുമായി നിൻ്റെ പക്കലേക്ക് വരാൻ എനിക്ക് കഴിഞ്ഞു. അത്തരത്തിലുള്ള സ്പിരിച്വലായിട്ടുള്ള ഓറിയൻറ്റേഷൻസ് നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്. അച്ഛന്മാരും വൈദികരും നമ്മുടെ രൂപതയിൽ വളരെയേറെ അതിനുവേണ്ടി പരിശ്രമിക്കുന്നു. അതുകൊണ്ടാണല്ലോ നമുക്ക് കൂട്ടായ്മയിലും ചൈതന്യത്തിലുമൊക്കെ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. ആദിമസഭയുടെ പിതാവായ സെയിൻറ്റ് ക്രിസോസ്റ്റോം ഒരിക്കൽ പറഞ്ഞു, തോത്ത് വൂൾനെര തോത്ത് ഓറ. എല്ലാ മുറിവുകളും
എല്ലാ പ്രാർത്ഥനകളാക്കണം. ഉൾനര മുറിവാണ് തോത്ത്. എല്ലാ മുറിവുകളും തോത്ത് ഓറ പ്രാർത്ഥനകളായിട്ട് മാറ്റണം. അങ്ങനെ നമ്മൾ മാറ്റുമ്പോൾ കർത്താവ് നമുക്ക് നൽകുന്ന ചെറിയ പ്രയാസങ്ങളും രോഗങ്ങളുമെല്ലാം സ്വർഗത്തിലേക്ക് കയറിപ്പോകാനുള്ള ഗോവണിപ്പൊടിയാണെന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർ സൗഖ്യം പ്രാപിക്കും. നമ്മൾ പാപമോചനം നടത്തുമ്പോൾ അവർക്ക് പൂർണ്ണ സൗഖ്യം കിട്ടും, മോചനം കിട്ടും. ആരും നമ്മളെ ഉപദ്രവിക്കുകയില്ല. പാമ്പിനെ കയ്യിലെടുത്താലും പാമ്പിനെ പോക്കറ്റിലിട്ടാലും, ചിലരൊക്കെ പാമ്പിനെ പോക്കറ്റിൽ കിടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതൊക്കെ പാമ്പ് കൊടുത്തുകാർ ചെയ്യുന്ന പണിയാണല്ലോ. ഏത് ക്രൂര സർപ്പവും നമ്മുടെ കരങ്ങളിൽ വന്ന് വീഴേണ്ട സാഹചര്യം വന്നാലും ഈശോ കൂട്ടത്തിലുള്ളതുകൊണ്ട് നമുക്കൊരു പരിക്കും പറ്റുകയില്ല. അതാണ് സുവിശേഷ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് ദൈവം നൽകുന്ന വലിയൊരു കൃപ. നമ്മുടെ അടയാളപ്പെടുത്തലുകളും എല്ലാം വിലയുള്ളതായിത്തീരുന്നത് കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ടാണ്. ഈ സ്വർഗാരോഹണം നമ്മളുടെ വിശ്വാസത്തിൻ്റെയും സുവിശേഷത്തിൻ്റെയും അടിസ്ഥാനമാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ സാരസംഗ്രഹമായിട്ടാണ് ഈ രംഗം കൊടുത്തിരിക്കുന്നത്. കർത്താവ് ഉന്നതത്തിലേക്ക് പോകുന്നു, വീണ്ടും അവിടുന്ന് തിരിച്ചു വരുന്നു. നമ്മുടെ കാറ്റക്കിസിൻ്റെയും കുടുംബ പ്രാർത്ഥനയുടെയും എല്ലാം അടിസ്ഥാനമായിട്ട് നിൽക്കുന്ന കാര്യവും അതുതന്നെയാണ്. സ്വർഗത്തിലേക്ക് പോയ കർത്താവ് വരുന്നിടം വരെ നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഏറ്റവും വലിയ കാര്യമായിട്ട് നമ്മൾ നോക്കിപ്പാർത്തിരിക്കുന്നതും അതുതന്നെയാണ്. ദൈവം ശിഷ്യന്മാർക്ക് കൊടുത്ത ആ കമ്മീഷൻ, പോവുക, പ്രസംഗിക്കുക, മാമോദീസ മുക്കുക, ഞാൻ പഠിപ്പിച്ചതെല്ലാം അനുസരിക്കാൻ പഠിപ്പിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് നിങ്ങളുടെ സൗകര്യം പോലെ എടുക്കുകയും അവരുടെ സൗകര്യം പോലെ കൊടുക്കുകയുമല്ല. ഞാൻ പഠിപ്പിച്ചതെല്ലാം വിതൗട്ട് എനി സിലക്ഷൻ ഓർ ഒമിഷൻ അത് ജനങ്ങളെ പഠിപ്പിക്കണം. അതാണ് വൈദികരായ ഞങ്ങളുടെ ജോലി. കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങൾ ദൈവജനത്തെ അനുസരിക്കാൻ പഠിപ്പിക്കണം. അതിൻ്റെ ആത്യന്തികമായ ഫലമാണ് തൃത്വത്തിൻ്റെ നാമത്തിലുള്ള മാമോദീസ. നമുക്ക് നമ്മുടെ അച്ഛനെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാം. അച്ഛൻ്റെ പരിശുദ്ധ കുർബാന, ആശീർവാദങ്ങൾ, അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഒരു നല്ല ജോലിക്കാരൻ എടുക്കുന്ന പണി അച്ഛന് എല്ലാ പള്ളികളിലും എല്ലാ സ്ഥാപനങ്ങളിലും എടുത്തിരുന്നു. അച്ഛൻ നല്ലൊരു സാമ്പത്തിക വിദഗ്ധനായിരുന്നു. 1 രൂപ പോലും അച്ഛൻ്റെ പിടിപ്പുകേട് കൊണ്ട് കളയുകയില്ല. 1 രൂപ പോലും. നല്ലൊരു ഇക്കോണമിസ്റ്റ്. നമ്മളുടെ റബ്ബറിനെ കുറിച്ച്, കുരുമുളകിനെ കുറിച്ച്, കാപ്പി ചെടികളെ കുറിച്ച്, അതിൻ്റെ പ്രത്യേകത, അതിൽ നിന്ന് കിട്ടാവുന്ന വരുമാനങ്ങൾ, അത് നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ട വിധം, അല്ലെങ്കിൽ ഇത്ര കൊല്ലം കഴിയുമ്പോൾ വില കൂടാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള നിരവധിയായ കാര്യങ്ങളെല്ലാം അച്ഛനറിയാമായിരുന്നു. സമഗ്രമായ ഒരു അറിവും പരിജ്ഞാനവും എല്ലാവരോടും നല്ല സ്നേഹവും കാണിച്ച വ്യക്തിയായിരുന്നു സെക്രട്ടറി. രൂപതയുടെ ഹൃദയത്തിലുള്ള ആളാണ് അച്ഛൻ എന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. അച്ഛൻ്റെ സ്നേഹവും അച്ഛൻ്റെ പരിഗണനയും എനിക്കും വളരെയേറെ ലഭിച്ചിട്ടുണ്ട്. നല്ല നിർദ്ദേശങ്ങൾ അച്ഛൻ എനിക്ക് തന്നിട്ടുണ്ട്. അതെല്ലാം നമ്മളുടെ രൂപതയുടെ കൂട്ടായ പ്രവർത്തനത്തിന് ഉപകാരപ്പെടുന്നു എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ സംഹരിക്കുന്നു. ബഹുമാനപ്പെട്ട വികാരിച്ചനെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. സ്പ്രിയാസിൻ്റെ മരണമറിഞ്ഞ നിമിഷം മുതൽ വീട്ടുകാരുടെ കൂട്ടത്തിൽ അച്ഛൻ വരികയും ഇവിടെയും വീട്ടിലുമുള്ള എല്ലാ ക്രമീകരണങ്ങളും കൃത്യമായിട്ട് അച്ഛൻ ചെയ്തു. ധാരാളം വൈദികരും അൽമായരും ഇവിടെ പ്രാർത്ഥിക്കുന്നു. ഈ പരിശുദ്ധ കുർബാന അച്ഛന് വേണ്ടിയാണ്. പരിശുദ്ധ അൽഫോൻസാമിയോട് നമുക്ക് മാധ്യസ്ഥം പ്രാർത്ഥിക്കാം. ഈശോയുടെ വീട്ടിൽ സെക്രട്ടറി ജീവിക്കുകയും ഭക്ഷിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ